1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി ചൈനീസ് പടക്കങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടിയാണത്. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലെല്ലാം വികസനം എത്തുമ്പോഴും അവഗണനയുടെ പടുകുഴിയിലായിരുന്നു കാസർഗോഡ് ജില്ല. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പൊതുഗതാഗത രംഗത്തും ജില്ലയെ പരിഗണിക്കണമെന്ന ആവശ്യം കാലങ്ങളായി ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് കിഫ്ബിയിലൂടെ ജില്ലയ്ക്ക് പൊതുജീവൻ നൽകിയത്. വികസനത്തിന്റെ കാര്യത്തിൽ പിന്നാക്കം നിന്നിരുന്ന ജില്ലയാണ് കാസർഗോഡ്. ഇടതുപക്ഷ സർക്കാർ കിഫ്ബി പദ്ധതിയിലൂടെ നടപ്പിലാക്കിയ വികസനങ്ങൾ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി. ആരോഗ്യമേഖലയിലെയും കായിക മേഖലയിലെയും വികസനമാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. കിഫ്ബി വഴി ഏറ്റവും കൂടുതൽ പ്രയോജനമുണ്ടായത് കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യമേഖലയ്ക്കാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ എക്കാലത്തെയും ആവശ്യമായ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ 160 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ നീക്കിവെച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത കൈവന്നതോടെ അക്കാദമിക് ബ്ലോക്ക് പൂർത്തീകരിക്കുകയും MBBS ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്തു. നാല് ബ്ലോക്കുകളിലായി കിടക്കുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിന്റെ പണി പൂർത്തിയായാൽ വിദഗ്ധ ചികിത്സയ്ക്ക് ജില്ലയിലുള്ളവർക്ക് കർണാടകത്തെയോ മറ്റ് ജില്ലകളെയോ ആശ്രയിക്കേണ്ടി വരില്ല. MBBS പോലുള്ള ഒരു കോഴ്സ് അവിടെ ആരംഭിച്ചതോടുകൂടി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം നമുക്ക് ലഭ്യമാകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ സാധാരണ ജനങ്ങളിലേക്ക് ആ സേവനം എത്തണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സമുച്ചയത്തിൻ്റെ പണി പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. ആ ഒരു സാഹചര്യത്തിലേക്ക് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ജില്ലയുടെ കായിക മേഖലയ്ക്ക് കരുത്തേകുന്നതാണ് തൃക്കരിപ്പൂർ നടക്കാവിലുള്ള MRC കൃഷ്ണൻ സ്മാരക ഇൻഡോർ സ്റ്റേഡിയം. കിഫ്ബിയിൽ നിന്നും 29.32 കോടി രൂപയാണ് സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണത്തിനായി അനുവദിച്ചത്. ഒരേ സമയം അന്താരാഷ്ട്ര തലത്തിലുള്ള മത്സരങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികാസത്തിന് സഹായകമായ കിഫ്ബിയിലൂടെ 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് തളങ്കര മുസ്ലിം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു വിദ്യാലയം എന്ന ഖ്യാതി നേടാൻ ഈ കാലയളവിൽ നമ്മുടെ തളങ്കര GMVHS കാസർഗോഡിന് സാധിച്ചിട്ടുണ്ട്. റോഡുകളും പാലങ്ങളും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച് ജില്ലയിലെ പൊതുഗതാഗത മേഖലയുടെയും മോടി കൂട്ടിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ പണി പൂർത്തിയാകുന്നതോടെ ചികിത്സയുടെ കാര്യത്തിൽ മംഗലാപുരത്തെ ആശുപത്രികൾ നടത്തുന്ന കൊള്ളയിൽ നിന്ന് ഈ ജനത മോചിതരാകും. അധസ്ഥിതരെന്ന് മുദ്രകുത്തി വികസനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു ജനതയ്ക്കാണ് കിഫ്ബിയിലൂടെ നടപ്പിലാക്കിയ പദ്ധതികൾ പ്രതീക്ഷയേകുന്നത്. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.